നമസ്കാരം. സാംബിയയിലെ വിമാനത്താവളം വഴി $2 മില്യൺ 5 ലക്ഷം വിലമതിക്കുന്ന സ്വർണവും കടത്തിയ കേസിൽ ഇന്ത്യൻ പൗരൻ പിടിയിലായി. അറസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇന്നലെയാണ് സാംബിയയിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടത്. കെനത്ത് കൗണ്ട അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ദുബായിലേക്ക് പോകാൻ എത്തിയതായിരുന്നു 27-കാരൻ. ഇവിടെ വെച്ചാണ് ഡ്രഗ് എൻഫോഴ്സ്മെന്റ് കമ്മീഷൻ യുവാവിനെ പിടികൂടിയത്. കെനത്ത് കൗണ്ട അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഇയാൾ സാംബിയൻ കസ്റ്റംസിന്റെ പിടിയിലാകുന്നത്. ദുബായിലേക്കാണ് ഇയാൾ പണം കടത്താൻ ശ്രമിച്ചതെന്ന് ഡ്രഗ് എൻഫോഴ്സ്മെന്റ് കമ്മീഷൻ ഉദ്ധരിച്ച് സാംബിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 27 വയസ്സുള്ള യുവാവിന്റെ പേരോ മറ്റു വിവരങ്ങളോ പുറത്തു വന്നിട്ടില്ല. ഇയാളുടെ പക്കൽ നിന്നും പിടിച്ചെടുത്ത കെട്ടുകണക്കിന് നോട്ടുകളുടെ ചിത്രങ്ങൾ സാംബിയൻ മാധ്യമങ്ങളും പുറത്തുവിട്ടു. വലിയ സൂട്ട്കേസിനകത്ത് കറുത്ത ബാഗുകളിൽ നിറച്ച നിലയിലാണ് പണവും സ്വർണവും പിടിച്ചെടുത്തത്. അന്താരാഷ്ട്ര തലത്തിൽ സംഘടിത കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് ഇതിന് പിന്നിലെന്നും അന്വേഷണം തുടരുകയാണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. സാംബിയയിലെ പ്രാദേശിക മാധ്യമങ്ങൾ ഇതിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് കെട്ടിവെച്ച നോട്ടുകെട്ടുകൾ കറുത്ത ബാഗിലാക്കി അത് വലിയ സ്യൂട്ട്കേസിനുള്ളിലാക്കിയാണ് കടത്താൻ ശ്രമിച്ചത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണെന്നും ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ദക്ഷിണാഫ്രിക്കൻ രാജ്യമായ സാംബിയയിൽ ചെമ്പിന്റെയും സ്വർണത്തിന്റെയും വലിയ ശേഖരമുണ്ട്. ലോകബാങ്കിന്റെ കണക്കനുസരിച്ച് സാംബിയ ദരിദ്ര രാജ്യമാണ്. ഇവിടുത്തെ ജനസംഖ്യയുടെ 60%-ലധികം ആളുകളും ദരിദ്രരാണ്. 2023 സാംബിയയിൽ നിന്നും 127 കിലോഗ്രാം സ്വർണം, $5.7 മില്യൺ പണം, ആയുധങ്ങൾ തുടങ്ങിയവയുമായി 5 ഈജിപ്ത് പൗരന്മാരെയും പിടികൂടിയിരുന്നു. 2023 ആയുധങ്ങളും 127 കിലോഗ്രാം സ്വർണവും $5.7 മില്യൺ പണവുമായി 5 ഈജിപ്തുകാരെയാണ് സാംബിയയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. എന്നാൽ ചാരവൃത്തി കുറ്റങ്ങൾ പിൻവലിച്ചതിനെ തുടർന്ന് അവരെ വിട്ടയക്കുകയാണ് ചെയ്തത്.